CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും കേരള ബ്ലാസ്റ്റേഴ്സിനോടനുബന്ധിച്ചുള്ള ഈ 2-3 ദിവസങ്ങളിൽ പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ഏതായാലും നമുക്ക് അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പരിശീലകനെ തന്നെ കുറിച്ചാണ്. നമുക്കറിയാം, ഇവാൻ വുക്കോമാനോവിച്ചിന് പകരക്കാരനായിക്കൊണ്ട് കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മൈക്കിൾ സ്റ്റെയർ എന്നൊരു സൂപ്പർ പരിശീലകനെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ എല്ലാവരുടെയും സംശയം അദ്ദേഹത്തിന്റെ ഒരു സീസണിലെ സാലറി എത്രയാണ് എന്നാണ്. ഏതായാലും ആ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ISL ട്രാൻസ്ഫർ മാർക്കറ്റ് പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. ആരാധകരെ എല്ലാവരെയും തന്നെ ഞെട്ടിക്കുന്ന ഒരു സാലറിയാണ് അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത്. ഏതായാലും ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് അദ്ദേഹത്തിന് പെർ സീസൺ അഥവാ ഓരോ സീസണിലും 3 കോടിയോളം രൂപയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി സാലറിയായി നൽകുക എന്നുള്ളതാണ്. കൂടാതെ തന്നെ അദ്ദേഹത്തിന് ഒരു വമ്പൻ സന്തോഷ വാർത്ത കൂടി ലഭിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മൈക്കിൾ വന്നതിന് ശേഷം വെറും 24 മണിക്കൂർ ആയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ 1 ലക്ഷം ഫോളോവേഴ്സ് കടന്നിട്ടുണ്ടായിരുന്നു. അത് വളരെയധികം അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി ഏതായാലും നമുക്ക് രണ്ടാമത്തെ ഒരു വാർത്തയിലേക്ക് കടക്കാം. രണ്ടാമത്തെ ഒരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ അടുത്ത സീസണിലേക്കുള്ള ഒരു സൈനിങ്ങിനെ കുറിച്ചുള്ള ഒരു റൂമർ വാർത്തയാണ്. ഏതായാലും നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് കടക്കാം. നമുക്കറിയാം, അടുത്ത ISLന്റെ 11ാമത്തെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് വേണ്ടിയിട്ട് ദിമിത്രോസ് ഡയമൻഡക്കോസ് പന്ത് തട്ടുകയില്ല. അതിനോടനുബന്ധിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് താരത്തിന് പകരമായി കൊണ്ട് മറ്റൊരു സൂപ്പർ താരത്തെ ടീമിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ ഒരു താരത്തിന്റെ മേലാണ് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നിലവിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഓസ്ട്രേലിയ മുന്നേറ്റ നിര താരമായ ജാമി മെക്ലാരെ എന്ന സൂപ്പർ താരത്തെ ടീമിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് എന്നാണ് ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ ഒരു മെക്ലാരൻ എന്ന സൂപ്പർ താരം ബ്ലാസ്റ്റേഴ്സിലെ നെടുന്തൂണായ അഡ്രിയാൻ ലൂണക്കൊപ്പം വരെ പന്ത് തട്ടിയിട്ടുണ്ട്. ഇരുവരും പണ്ട് ഒരേ ടീമിലായിരുന്നു പന്ത് തട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാവുന്നത് മറ്റൊരു കാര്യമാണ്. ISL ട്രാൻസ്ഫർ മാർക്കറ്റ് പുറത്തേക്ക് വിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഒരു മെക്ലാരൻ എന്ന സൂപ്പർ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് പുറമെ തന്നെ ISLലെ തന്നെ വമ്പന്മാരായ മുംബൈ സിറ്റി എഫ് സി, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, കൂടാതെ തന്നെ ഈസ്റ്റ് ബംഗാൾ എഫ് സി, ഈ 3 ടീമുകളും താരത്തെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാണ് ആ റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, താരങ്ങളെ തന്നെ വിറ്റഴിക്കുന്ന വിപണിയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 3 ടീമുകളാണ് ഈ 3 ടീമുകളും. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് മെക്ലാരൻ എന്ന സൂപ്പർ താരത്തെ ടീമിലേക്ക് എത്തിക്കാൻ അത്ര എളുപ്പമൊന്നുമായിരിക്കില്ല. ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിലെ സൂപ്പർ താരമായിരുന്ന ദിമിത്രോസ് ഡയമൻഡക്കോസിനെ കുറിച്ചാണ്. നമുക്കറിയാം, കുറെ അധികം മാസങ്ങളായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ സൂപ്പർ താരമായിരുന്ന ദിമിത്രോസ് ഡയമൻഡക്കോസിനെ ഈസ്റ്റ് ബംഗാൾ എഫ് സി എന്ന ISLലെ സൂപ്പർ ക്ലബ്ബ് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നു. പക്ഷെ നിലവിൽ ഈ ഒരു റിപ്പോർട്ടിൽ ചെറിയ രീതിയിലുള്ള ഒരു തിരുത്ത് വന്നിട്ടുണ്ട്. അതെ, നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ സൂപ്പർ താരമായിരുന്ന ദിമിത്രോസ് ഡയമൻഡക്കോസിനെ സ്വന്തമാക്കുന്ന റേസിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് മുംബൈ സിറ്റി എഫ് സി ആണെന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. കാരണം മുംബൈ സിറ്റി എഫ് സിയുമായി ദിമിത്രോസ് ഡയമൻഡക്കോസ് ഇപ്പോൾ വിപുലമായ ചർച്ചയിലാണ് ഉള്ളത് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും തീർച്ചയായിട്ടും ഗോൾഡൻ ബൂട്ടിന്റെ റേസിൽ ISLന്റെ 10ാമത്തെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിൽ കളിച്ച ദിമിത്രോസ് ഡയമൻഡക്കോസ് ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയതിനെ തുടർന്നുകൊണ്ട് താരത്തിന് ഇനി വരുന്ന ISLലെ എല്ലാ ക്ലബ്ബുകളും വളരെ വലിയൊരു ഓഫർ തന്നെയായിരിക്കും മുമ്പോട്ട് വെക്കുക. കാരണം താരം ISLന്റെ 10ാം സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അത്രയധികം മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഈ 3 അപ്ഡേറ്റുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ISLനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.